ചെറുപ്പക്കാരന്റെ പ്രതിഷേധമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഭവം ഞാൻ ഓല ഒരു വർഷമായിട്ട് മേടിച്ചായിരുന്നു. ഒരു വർഷമായിട്ട് മേടിച്ചിട്ട് ഒരു വർഷം തികയുന്നതിന് മുമ്പ് കഴിഞ്ഞ നവംബർ അന്നേരം ഒരു വർഷം തികഞ്ഞിട്ടില്ല. അതിന് മുമ്പ് തന്നെ വണ്ടി കംപ്ലൈന്റ് ആയി. വണ്ടി കംപ്ലൈന്റ് ആയിട്ട് 55 ദിവസത്തോളം മാവേലിക്കര, അതായത് തട്ടാരമ്പല സർവീസ് സെന്ററിൽ 55 ദിവസത്തോളം കിടന്നു. അതിനുശേഷം ഞാൻ അവിടെ സമരമൊക്കെ ചെയ്തിട്ടാണ് ഇതെനിക്ക് തന്നത്. അതിനുശേഷം ഇവർ ശരിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ വണ്ടി വീണ്ടും കംപ്ലൈന്റ് വരുന്നു. ഞാനാണെങ്കിൽ സൊമാറ്റോയിൽ ഡെലിവറി പോകുന്നതാണ്. എൻ്റെ പേര് വിഷ്ണു എന്നാണ്. സ്ഥലം ഇവിടെ പ്രയാർ, ഓച്ചിറ പ്രയാർ. ഞാനിപ്പം കുലശേഖരം സർവീസ് സെന്ററിലേക്ക് കൊണ്ടുപോവാ. എനിക്ക് രാവിലെ ഒരു ഫോൺ കൊടുത്തു, ചെറുപ്പക്കാരൻ്റെ വണ്ടിയായിട്ട് ഓല വെച്ച് പോകുന്നുണ്ട്, നിങ്ങളൊന്ന് പോയി ഒരു വീഡിയോ എടുക്കണം പറഞ്ഞു. ഞാൻ അങ്ങനെ അറിഞ്ഞു വന്നതാണ്. അപ്പം ഇതിപ്പോ വണ്ടി എടുത്തിട്ട് എത്ര നാളായി? വണ്ടി എടുത്തിട്ട് ഒരു വർഷവും 4 മാസവും. പ്രതിഷേധത്തിന്റെ വണ്ടി കംപ്ലൈന്റ്, വണ്ടി ഓണാകത്തേ ഇല്ല. ഇത് എങ്ങനെ കംപ്ലൈന്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് വണ്ടി അങ്ങ് നിന്നു പോകുമ്പോഴത്തേക്ക് നമ്മൾ സർവീസ് സെന്ററിലൊക്കെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ കൊണ്ടുവരാന്നൊക്കെ പറയുന്നുണ്ട്. കാര്യം അത്രയധികം ഞാൻ അതിന് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ കേസൊക്കെ നടക്കുന്നുണ്ട്, കൺസ്യൂമർ കോടതിയിൽ കേസൊക്കെ നടക്കുന്നുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനിൽ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. എനിക്ക് 12-ാം തീയതി ഹിയറിംഗ് ഉണ്ട്. അത് അത്രയധികം ഞാൻ ബുദ്ധിമുട്ടിയിട്ടാണ് ഇത്ര ആരും വെളിയിലോട്ട് ഇറങ്ങരുതെന്നൊക്കെ പറയുന്നത് ഈ ഒരു സമയത്ത്. എന്നിട്ടും അത്രയധികം ബുദ്ധിമുട്ടുള്ള ഇതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 10 കിലോമീറ്റർ വണ്ടി തള്ളി പോയി. ഈ ചെറുപ്പക്കാരന്റെ പ്രതിഷേധമാണ്. അതിൽ ഞാനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹത്തിന് നീതി കിട്ടട്ടെ. ഞാൻ നോക്കിയപ്പോൾ ഒരു സ്കൂട്ടർ വണ്ടി ചൂടിനെ പോലും ഭഗവാന്റെ വണ്ടി തെള്ളിക്കൊണ്ടുവരുന്നത് ഓലയും വെച്ചുകൊണ്ട് ഓലയും വരുന്നുണ്ട്. അപ്പോൾ ഈ ഓല ഉപയോഗിക്കുന്ന ആരും നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോ. അപ്പോൾ എന്തായാലും ബ്രോയ്ക്ക് നീതി കിട്ടട്ടെ കേട്ടോ. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്താനായിട്ട്, മറ്റുള്ളവരിലേക്ക് ഓല ഈ കാണിക്കുന്ന നെറുകേടൊക്കെ എത്തിക്കാനായിട്ട് ബ്രോ ഈ എന്റെ വീഡിയോ എടുത്ത് ഇത്രയും പ്രചരിപ്പിക്കുന്നതിൽ വളരെയധികം നന്ദി. വേറെ ഒന്നും കൊണ്ടല്ല, ഈ ചൂടിനെ പോലും ഭഗവാൻ താങ്കൾ ഇപ്പൊ എവിടുന്ന് യാത്ര തുടങ്ങിയത്? ഞാനിപ്പം ഓച്ചിറ പ്രയാർ മുതൽ ഇവിടെ വരെ ഈ ബൈക്ക് കണ്ടില്ലേ, ഓലയൊക്കെ വെച്ച് കെട്ടി പ്രതിഷേധം കാണിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മളത് കണ്ടില്ല എന്ന് അടിക്കാൻ പറ്റത്തില്ല നമുക്കുണ്ട്. അതുകൊണ്ട് ഞാനത് എന്നെ ഒത്തിരി ഫോം വിളിച്ച് പറഞ്ഞു. ഞാൻ അങ്ങനെ അറിഞ്ഞു വന്നതാ. അപ്പൊ എന്തായാലും ബ്രോയ്ക്ക് എന്റെ എല്ലാവിധ വിജയാശംസകളും. എന്തായാലും വാഹനം ശരിയാക്കി